നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കഥയാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് സമ്മാനങ്ങളുമായിട്ട് വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ അഥവാ സാന്റാക്ലോസിനെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാന്റാക്ലോസിനെ പറ്റിയാണ്. ക്രിസ്മസും സാന്റാക്ലോസും തമ്മിൽ എന്താണ് ബന്ധം? ആരാണ് ശരിക്കും സാന്റാക്ലോസ്? യഥാർത്ഥത്തിൽ സാന്റാക്ലോസിൻ്റെ കഥ നമുക്കൊന്ന് നോക്കാം. ക്രിസ്മസിനെ പറ്റി നമ്മൾ പറയുമ്പം നമുക്ക് സാന്റാക്ലോസിനെ ഓർമ്മ വരും. പക്ഷേ സാന്റാക്ലോസും ക്രിസ്മസും തമ്മിൽ ഒരു ബന്ധവുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടമുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കഥ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിക്കോളാസിനെ പറ്റിയാണ്. 4-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലാണ് നിക്കോളാസ് ജനിക്കുന്നത്. നിക്കോളാസ് ഭയങ്കര സഹായിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് സഹായിക്കുന്നതിൽ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. നിക്കോളാസിൻ്റെ അറിവിൽ ദാരിദ്ര്യത്തിലായിരുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹം സഹായിച്ചു. തൻ്റെ പണം രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹം ദാനം ചെയ്തിരുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ദാനശീലം അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയിരുന്നു. ദാനശീലനായ കർത്താവ് എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടു. നിക്കോളാസിൻ്റെ ഈ പ്രവൃത്തികൾ ധാരാളം ആളുകളിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിരുന്നു. ആളുകൾ തങ്ങളുടെ പണവും മറ്റും പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി നൽകി. നിക്കോളാസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം ചെയ്തിരുന്ന നല്ല പ്രവൃത്തികളും മറ്റുള്ള ആളുകളിൽ ഒരുപാട് വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. നിക്കോളാസിനെ അറിയപ്പെട്ടിരുന്നത് സാൻ നിക്കോളാസ് എന്ന പേരിലായിരുന്നു. ഇതിന് 12-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ സാൻ നിക്കോളാസ് സാന്റാക്ലോസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കുട്ടികൾക്ക് സമ്മാനം നൽകുന്നൊരു പ്രതീകമായി അദ്ദേഹം മാറുകയായിരുന്നു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ സാന്റാക്ലോസിനെ പറ്റിയുള്ള വിവിധ കഥകൾ ഉണ്ടായി തുടങ്ങി. അങ്ങനെ സാന്റാക്ലോസ് എന്ന കഥാപാത്രം ആളുകളിൽ കൂടുതലായിട്ട് പ്രചരിക്കാനും തുടങ്ങി. നിക്കോളാസിൻ്റെ രൂപവും നമ്മളിപ്പോൾ കാണുന്ന സാന്റാക്ലോസിൻ്റെ രൂപമായിട്ട് ഒരു ബന്ധവുമില്ല. 1823 എ വിസിറ്റ് ഫ്രം സെൻറ്റ് നിക്കോളാസ് എന്ന കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ കവിതയിലാണ് സാന്റാക്ലോസിൻ്റെ രൂപം വരയ്ക്കപ്പെട്ടത്. വെളുത്ത നീളമുള്ള മുടിയും താടിയുമുള്ള വലിയ വയറുള്ള തോളിലൊരു ബാഗും ചുവന്ന് റെയിൻഡിയേഴ്സിൽ കയറി വരുന്ന സാന്റാക്ലോസ്. എന്നാൽ ഒരുപാട് ആളുകളിലേക്ക് ഈ സാന്റാക്ലോസിൻ്റെ രൂപം എത്തിയത് ഈ കവിത വായിച്ചതിന് ശേഷമല്ല. അതിന് കാരണം കൊക്കക്കോളയാണ്. കൊക്കക്കോളയുടെ ഒരു പരസ്യത്തിൽ അവർ ഈ സാന്റാക്ലോസിൻ്റെ രൂപം ഉപയോഗിച്ചു. അതിലൂടെയാണ് ഒരുപാട് ആളുകളിലേക്ക് സാന്റാക്ലോസിൻ്റെ ഈ രൂപം എത്തപ്പെട്ടത്. സാന്റാക്ലോസിനെ പറ്റി പറയുമ്പം നമ്മൾ അറിയേണ്ട മറ്റൊന്നാണ് ഡെവിൾ സാന്റ എന്നറിയപ്പെടുന്ന ക്രാമ്പസ്. സാന്റാക്ലോസിന് നേരെ വിപരീതമാണ് ക്രാമ്പസ്. ആടിൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരമുള്ള പേടിപ്പെടുത്തുന്ന രൂപമാണ് ക്രാമ്പസിൻ്റേത്. സാന്റാക്ലോസിൻ്റെ തിരുനാളായിട്ടുള്ള ഡിസംബർ 6-ൻ്റെ തലേ ദിവസമായ ഡിസംബർ 5 ക്രാമ്പസിൻ്റെ ദിവസമായിട്ട് ആചരിക്കുന്നത്. അനുസരണയില്ലാത്ത വികൃതി കാണിക്കുന്ന കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ക്യാരക്ടറായാണ് ക്രാമ്പസിനെ അറിയപ്പെടുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് സാന്റാക്ലോസ് സമ്മാനം നൽകുമ്പോൾ ക്രാമ്പസ് വികൃതികളായ കുട്ടികൾക്ക് നൽകുന്നത് കൽക്കരി നിറച്ച സോക്സാണ്. സാന്റാക്ലോസിനെ പറ്റിയുള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.